ഇന്ന് നമുക്ക് ഗോൾഡൻ കളറിലൊരു ജേർണൽ ചെയ്യാം. ആൻഡ് എപ്പോഴത്തെയും പോലെ ഇതിന്റെ ഒറിജിനൽ ആൻഡ് സമ്മർ വേർഷൻ വീഡിയോയും ഉണ്ട്. അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണണേ. അപ്പോൾ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ആലോചിച്ച് നോക്ക്, എത്ര നാളായല്ലേ. ചളിയായി തോന്നുമെങ്കിൽ സോറി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ജേർണൽ ആക്ച്വലി ഞാൻ ഡിസംബർ 31 ഈ വർഷത്തെ ലാസ്റ്റ് ജേർണൽ, ഈ വർഷമല്ലല്ലേ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ജേർണൽ രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ജാനുവരി 1 ന്യൂ ഇയർ തീമിൽ ജേർണൽ ഇടാനായിരുന്നു പ്ലാൻ. ആസ് യു കെൻ സീ, പ്ലാൻ ഫ്ലോപ്പായി. ഇത് ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. സംഭവം ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു ഗൈസ്. കമന്റ്സിൽ കുറേ പേര് പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു മൂക്കടപ്പ്. ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഗൈസ്, ഇന്നത്തെ ജേർണലാണെങ്കിൽ നമ്മളൊരു ഗോൾഡൻ തീമിലല്ലേ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇത് ഗോൾഡ് തീമിൽ ജേർണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൗൺ അല്ലേ ചെയ്യുന്നതെന്നൊക്കെ. സംഭവം ആക്ച്വലി ഈ സ്റ്റിക്കേഴ്സിന്റെ പ്രത്യേകതയാണ്. ചില ആംഗിളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമേ ഇത് ഗോൾഡ് ആയിട്ട് തോന്നുള്ളൂ. എനിക്കും ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഗോൾഡ് മാറി ബ്രൗൺ ആയോ, സ്റ്റിക്കേഴ്സൊക്കെ മാറ്റി പിടിക്കേണ്ടി വരുമോ എന്നൊക്കെ കുറേ തോന്നി. പിന്നെ വൈകുന്നേരത്തെ ആ ഒരു വെയിലൊക്കെ വന്നപ്പോഴാണ് ഇതിന്റെ ബ്രൗൺ ഒക്കെ മാറി നല്ല ഗോൾഡൻ ഗ്ലോ വന്നത്. അപ്പം നമുക്കിതിനെ ഗോൾഡൻ അവറിൽ ചെയ്ത ഗോൾഡൻ ജേർണൽ എന്ന് വിളിക്കാം. ശരിക്കും ഇത് വെയിലത്ത് വയ്ക്കുമ്പോൾ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ക്യാമറയിൽ കൂടെ അത്രയ്ക്ക് ആ തിളക്കം കാണാത്തതാണ്. പിന്നെ ഗായ്സ്, നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ട് ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ലേറ്റ് ആക്കിയതിന് ശരിക്കും സോറി. ഇതിൽ കൂടുതൽ ലേറ്റ് ആവത്തില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ജേർണലിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ആൻഡ് ഇന്ന് നമ്മൾ ഷൗട്ട് ഔട്ട് കൊടുക്കുന്ന കമൻറ്റ്സ് ഇവിടേക്കാണ്.